പത്തനംതിട്ട ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. കനത്ത മഴയെ തുടർന്ന് ആറന്മുള മേഖലയിൽ ചിലയിടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രാത്രി കാര്യമായ മഴ ഉണ്ടായിട്ടില്ല എന്നത് ഇതിനൊരു കാരണമാണ്. ആറന്മുളയിൽ നിന്ന് അമൽ തേനമ്പറമ്പിലും ഒപ്പം നിതിൻ തോമസും ചേർന്നുണ്ട് വിവരങ്ങളുമായി. രണ്ടാളും നിൽക്കുന്ന ഇടത്ത് വെള്ളക്കെട്ടുണ്ട്, അവിടെയൊക്കെ കുറച്ച് വള്ളങ്ങൾ കാണാനുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി? മോത്തി, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് കൊല്ലം, ആലപ്പുഴ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ വള്ളങ്ങൾ പലയിടങ്ങളിലായി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ വള്ളം ഇറക്കിയുള്ള രക്ഷാപ്രവർത്തനം രാവിലെ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കാരണം ഇന്നലെ പരമാവധി ആളുകളെ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ട്, ഇന്നലത്തേതുപോലെ ഒരു പ്രതിസന്ധി ഇന്നിപ്പോൾ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇന്നലെയൊക്കെ വീടുകളിൽ തുടർന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇന്നലെ തന്നെ മാറാൻ മടിച്ച ആളുകളാണ്. അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നതുകൂടി കാണുമ്പോൾ അവർ ഒരു കാരണവശാലും വീട്ടിൽ നിന്നും മാറുന്നില്ല. ഇത് വെള്ളം ഒഴുകി അങ്ങ് ഇറങ്ങിപ്പോകും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ എന്തായാലും നല്ല തെളിച്ചമാണ്, മഴ പെയ്യുന്നില്ല. രാവിലെ ചെറുതായി ഒന്ന് പൊടിഞ്ഞിരുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. മാത്രമല്ല വെള്ളത്തിൻ്റെ വരവ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഇന്നലെ വെള്ളം കയറിയിരുന്ന സ്ഥലങ്ങളിൽ ഏകദേശം ഒരു 1-2 അടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പുഞ്ചയടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങണമെങ്കിൽ എന്തായാലും ഒരു 2 ദിവസം വേണ്ടി വരും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ എന്തായാലും തെളിഞ്ഞ അന്തരീക്ഷമാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു 12 മണിയോടെ മുഖ്യമന്ത്രി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. റാന്നി, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ, തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ, ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടേക്കാണ് സന്ദർശിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും ക്യാമ്പുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി എത്തും. എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം വിലയിരുത്തും. നിലവിൽ എന്തായാലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിശ്വനാഥ് അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം അടക്കം ഏകോപിപ്പിച്ച് ഇവിടെ തുടരുന്നുണ്ട്. വലിയ പരാതികൾ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ആ ക്യാമ്പുകളിലേക്കൊക്കെ കൃത്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. അമൽ, നിതിൻ തോമസ് കൂടെ ഉണ്ടോ? നിതിനെ PC വിശ്വനാഥ് മന്ത്രി ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പോൾ മന്ത്രിയോട് സംസാരിക്കാനായി അകത്തേക്ക് കയറിയതാണ്. നിതിനെ വാ. നിതിൻ്റെ വീട്ടിലെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു മോത്തി. നിതിൻ്റെ വീട്ടിലേക്ക് നിതിൻ പോയിട്ട് കുറേ അധികം ദിവസമായി. ഈ പ്രതിസന്ധി എല്ലാം ഉള്ളപ്പോൾ പോലും ആളുകളെ വാർത്തയ്ക്ക് അറിയിക്കാനായി സജീവമായി പത്തനംതിട്ടയിൽ ഇങ്ങനെ നിതിനുണ്ട്. നിതിൻ്റെ വീട്ടിൻ്റെ പടി വരെ വെള്ളം കയറി എന്നുള്ളതാണ് നിതിൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഇന്നിനിപ്പോൾ ഒറ്റ ഒരവസ്ഥ എന്തായിരിക്കും? മഴ മാറി നിൽക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് മൊത്തം ഇറങ്ങിത്തീരില്ലേ? മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇന്നൊരു രാത്രി കൊണ്ട് ചിലപ്പോൾ ഈ വെള്ളം പൂർണ്ണമായിട്ടും വലിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറന്മുള പ്രദേശത്തും അപ്പർ കുട്ടനാടൻ മേഖലകളിലും പുഞ്ചപ്പാടങ്ങളും അതുപോലെ തന്നെ ചെറു തോടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറു തോടുകളിലൊക്കെ ഉള്ള വെള്ളം ഇറങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ വലിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ, ഇത് നേരെ ചെല്ലുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ സമീപത്തേക്കായിരിക്കും. ആ സ്പിൽവേ തുറന്ന് ആ സ്പിൽവേയുടെ ഷട്ടറുകളൊക്കെ തുറന്നിട്ട് വേണം ഈ വെള്ളം പൂർണ്ണമായിട്ടും അറബിക്കടലിലേക്ക് ഒഴുകി പോകാൻ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. അങ്ങനെയായിരിക്കും ഈ ആറന്മുള അല്ലെങ്കിൽ തിരുവല്ല മേഖലകളിൽ, ചെങ്ങന്നൂർ മേഖലകളിൽ, അങ്ങനെയുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിലൊക്കെ തന്നെ ഈ വെള്ളം പൂർണ്ണമായിട്ടും വലിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ അതാണ് നിലവിലെ ആറന്മുളയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ തന്നെ വീണ്ടും മഴ വരികയോ അല്ലെങ്കിൽ ശക്തമായ ഒരു നേരത്തെയൊക്കെ മിന്നൽ പ്രളയ സാധ്യതകളൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടിലേക്കാവും. ഇപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ ജില്ലയുടെ ചാർജുള്ള PC വിശ്വനാഥ് മന്ത്രിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് 5, 6, 7 3 തീയതികളിൽ 6, 7, 8 3 തീയതികളിലായിട്ട് വീണ്ടും ഒരു പ്രളയത്തെ അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള അതിതീവ്ര മഴയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മഴയൊക്കെ വീണ്ടും വരികയാണെങ്കിൽ, വീണ്ടും ഈ വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മഴ വരികയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്കായിരിക്കും പോവുക.